മനുഷ്യജീവിതത്തിൻ്റെ ആത്മീക വശങ്ങൾ ഏറെ പരിപുഷ്ടിപ്പെടുവാനുള്ള ദിനങ്ങളിലൂടെയാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കൊടുക്കുവാനും ആ ജീവിതത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊന്ന് പരിഹരിച്ചെടുക്കുന്നതിനുള്ള ഒരു ദിവസങ്ങളാണ് ആഴ്ച. പരിഹരിക്കപ്പെടുമ്പോൾ പരിഹാരകനായി നിൽക്കുന്നത് ക്രിസ്തുവാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ശരീരാദേഹികളെയും ഒക്കെ മനസ്സിലാക്കപ്പെടുന്നത് ഏറെ ശ്രേഷ്ഠകരമാണ്. ലോകത്തിൽ മനുഷ്യനായി ജീവിച്ച് പാപമില്ലാത്ത അവസ്ഥയിൽ പാപികളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തു ഇന്ന് ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ ബുധനാഴ്ച നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഒരു രൂപാന്തരം, ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യനെ എല്ലാ ഓരോ സമയത്തും മാറ്റങ്ങൾ വരുത്തുകയും അത് മനസ്സിനെയാണെങ്കിലും ശരീരത്തെയാണെങ്കിലും ഓരോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണെന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരകലം പാലിക്കുന്നു. തൻ്റെ സംസാരങ്ങൾ നിയന്ത്രിക്കുവാൻ വേണ്ടി മുഖാവരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് മനുഷ്യൻ സമൂഹത്തിൽ പ്രവേശിക്കുകയും മനുഷ്യരിൽ നിന്ന് ഒരു അകലം നിശ്ചയിച്ചപ്പോൾ ഇന്ന് നമ്മോട് അടുത്ത് നിൽക്കുന്നത് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവാണ്. നമ്മളോട് ഓരോരുത്തരോടും അടുത്ത് വരുന്നത് ക്രിസ്തുവാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒരകലം പാലിക്കുമ്പോൾ അകലമില്ലാതെ സമീപസ്ഥനായി നിൽക്കുന്നത് ക്രിസ്തുവാണെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ബോധ്യമുണ്ടാകും. അദൃശ്യനായ ഒരു വസ്തു ഇന്ന് ലോകത്തിൽ മനുഷ്യനെ അകറ്റിയപ്പോൾ ഈ ദൃശ്യലോകത്തിൽ അദൃശ്യനായ ക്രിസ്തു ഇന്ന് നമ്മുടെ സമീപസ്ഥനാണ്. ക്രിസ്തുവിന്റെ ഈ സാമീപ്യമാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് മറന്നുപോകരുത്. അതിന് അനേക ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നിന്ന് നമ്മെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും വേദപുസ്തകം കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമുക്ക് സമീപസ്ഥനായി നിൽക്കുന്ന ക്രിസ്തുവിന്റെ അടുക്കൽ എന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ ഒന്ന് പറഞ്ഞാൽ, എന്റെ മനസ്സിന്റെ ദുഃഖങ്ങളെ ഒന്ന് പറഞ്ഞാൽ, എനിക്ക് പരിഹരിക്കപ്പെടുവാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ പരിഹാരകനായി കണ്ടുകൊണ്ട് ആ പാദപീഠത്തിൽ ഒന്ന് ചെല്ലുക നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ക്രിസ്തുവിന്റെ പീഡാനുഭവ ഭാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠകരമാകും എന്ന് മറന്നു പോകരുത്. എനിക്ക് പറയുവാനുള്ളത് ഇവിടെ എനിക്കെന്റെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെയും ഇറക്കി വെക്കുവാനുള്ളത് ഈ ക്രൂശിന്റെ പാദപീഠമാണ്. ഇവിടെ നിന്നാണ് എനിക്ക് എന്റെ ജീവിതത്തെ ഒന്ന് ആരംഭിക്കേണ്ടത്. ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെയൊക്കെ, ക്രിസ്തുവിന്റെ ദൈവീക ഭാവങ്ങളെയൊക്കെ വെളിപ്പെടുവാനുള്ള ഒരു അവസരമായി ഈ ദിവസങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകട്ടെ. ലോകത്തിൽ കഷ്ടാനുഭവങ്ങൾ
അതെന്തുകൊണ്ടാണ് എന്ന് നാം ആലോചിക്കുമ്പോൾ ചിലതിന് പരിഹാരം വരുത്തിയത് കൊണ്ടാണ് നമ്മൾ ആ ഓർമ്മപ്പെടുത്തലുകൾ, ഞാൻ വരുവോളോ ഈ കാര്യങ്ങൾ ചെയ്യുക, എൻ്റെ സ്മരണ നിലനിർത്തുക, എൻ്റെ സ്മരണയ്ക്കായി ഇതെല്ലാം ചെയ്യുക എന്നുള്ളത് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ചരിത്ര സത്യങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള ഒരു വസ്തുത ഇന്ന് ലോകത്തിനെ നമുക്ക് കാണിച്ചു തരികയാണ്. അവിടെ ക്രിസ്തുവിൻ്റെ രണ്ട് കാര്യങ്ങൾ, ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന രണ്ട് കാര്യങ്ങൾ തൻ്റെ ശിഷ്യ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിനുണ്ടായ രണ്ട് ജീവിതാനുഭവങ്ങൾ ഈ ദിവസത്തിൽ നമുക്ക് ഒന്ന് കൂട്ടായി ചേർന്ന് ചിന്തിക്കാവുന്നതാണ്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6-ാം വാക്യം മുതലുള്ള ഭാഗങ്ങൾ, അതിൻ്റെ ഏതാനും വാക്യങ്ങൾ സന്ദർഭങ്ങളിൽ ഓർമ്മപ്പെടുത്തി അതിൻ്റെ വിവരണങ്ങൾ മുന്നോട്ട് പോകും. അതിൻ്റെ 1-ാമത്തെ ഭാഗം, യേശു ബഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ ഭവനത്തിൽ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തുകൊണ്ട് അവൻ്റെ അടുക്ക് വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. ഈ വെറും ചിലവെന്തിന്, ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. സാധാരണപ്പെട്ട ഒരു ഭവനത്തിൻ്റെ അതിഥിയാണ് യേശുദമ്പുരാൻ. പ്രത്യേകിച്ച് എല്ലാവരാലും തള്ളപ്പെട്ട, എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കപ്പെട്ട രീതിയിലുള്ള ഒരു ഭവനത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ ചെല്ലുന്നത്. അത് ബഥാന്യയിലെ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ ഭവനത്തിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഭവനത്തോട് സമീപിക്കുവാൻ, ആ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ശക്തിയുള്ളവനാണ് ക്രിസ്തു എന്ന് മറ്റുള്ളവരെ അറിയിക്കുകയാണ്. കാരണം ആ ഭവനത്തെ സമീപിക്കുവാൻ ആർക്കും സാധ്യമാകുന്നില്ല. എന്നാൽ അവിടെ പ്രവേശിക്കുന്നതിന് സാധ്യമായ ഒരാളുണ്ട്, അത് ക്രിസ്തുവാണ്. ആധുനിക ലോകത്തിൽ ഇന്നും അദൃശ്യമായ ചെറിയ ഒരു അണു ഇന്ന് മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഓരോ ഭവനവും ഭവനങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, വ്യക്തികളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, അവരുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങി അവരുടെ മാനസികമായ സംഘർഷങ്ങൾ മനോവിഷമങ്ങളായി മാറുന്ന സന്ദർഭത്തിൽ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ശക്തിയുണ്ട്, അത് ക്രിസ്തുവാണ്. അത് ദൈവശക്തിയാണ് ആ ഭവനത്തിൽ പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകണം. പാളയത്തിന് പുറത്തു നിർത്തിയിരുന്ന, വീതികളിലിരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന് കർത്താവ് കടന്നു പോകുന്ന സന്ദർഭത്തിൽ നിലവിളിയോടെ ക്രിസ്തുവിൻ്റെ കാതുകളിൽ തൻ്റെ കുഷ്ഠരോഗികളുടെ വിളികൾ മുഴങ്ങിയപ്പോൾ തിരിഞ്ഞു നിന്ന് സൗഖ്യം കൊടുക്കുവാനായിട്ട് ക്രിസ്തുവിന് ഒരു മനസ്സുണ്ടായിരുന്നു. ആ മനസ്സാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ഒരു നിലവിളിയുണ്ട്, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം എൻ്റെ പ്രതിസന്ധികളുടെ ശബ്ദമാകാം, എൻ്റെ രോഗത്തിൻ്റെ ശബ്ദമാകാം, എൻ്റെ നിരാശയുടെ ശബ്ദമാകാം, എല്ലാം തകർന്നുപോയ ഒരു ശബ്ദമാകാം, എനിക്കെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ശബ്ദമാകാം. ഈ ശബ്ദത്തിന് മറുപടി നൽകുവാൻ എൻ്റെ അടുക്കൽ വരുന്നത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഈ സമയത്ത് സാധ്യമാകട്ടെ. ബഥാന്യയിലെ കുഷ്ഠരോഗിയുടെ ആ ശീമോന്റെ ഭവനത്തിൽ കർത്താവിന് പ്രവേശിക്കാമെങ്കിൽ
എല്ലാം നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് ക്രിസ്തു വന്ന് എന്നെ ശുദ്ധീകരിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. നാം ഇന്ന് കർത്താവിനോട് അല്ലെങ്കിൽ നമ്മുടെ രക്ഷകനോട് നാം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നീ എന്നെ കൈവിട്ട് കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ നീ എന്നെ കൈവിട്ട് കളയരുതേ, എന്നെ നിരാശയുടെ അനുഭവത്തിൽ വിടരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നാം ഒരു കാര്യം തിരിച്ചൊന്ന് നമ്മുടെ ജീവിതത്തോടൊന്ന് ചോദിക്കുന്നുണ്ടോ? ഞാൻ ഈ ദൈവത്തെ കൈവിട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. നീ എന്നെ കൈവിടരുതേ എന്ന് ചിന്തിക്കും, ദൈവത്തോട് പറയുക, നീ എന്നെ കൈവിടരുതേ, തള്ളിക്കളയരുതേ, എന്നെ സങ്കടത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിയരുതേ. പക്ഷെ നാം ആലോചിക്കുക, ദൈവമേ ഞാൻ നിന്നെ കൈവിടുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ഞാൻ ദൈവത്തെ കൈവിട്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കൈവിട്ടിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്ന വിശ്വാസധീരന്മാരെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അനേക വിശ്വാസ ധീരന്മാരെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്കൊക്കെ എന്ത് ലഭിച്ചിട്ടാണ് ഈ വിശ്വാസത്തെ ഈ ലോകത്തിൽ കൊണ്ടു നടന്നത്? ആദ്യ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ തൻ്റെ സഹോദരനെ കൊന്ന് ഈ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോവാൻ ആഗ്രഹിക്കുന്ന കയീനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. രണ്ടുപേരും ബലി കഴിക്കുവാനായിട്ട് പോയി. ദൈവം പ്രീതനായി. ഹാബേലിന്റെ കാഴ്ചകളിൽ ദൈവം പ്രീതിപ്പെട്ട് സംപ്രീതിപ്പെട്ട് ദൈവത്തിന്റെ അനുഗ്രഹം മുഴുവനും ലഭിച്ചു. പ്രഭാതത്തിൽ ലഭിച്ച ഒരു ദൈവത്തിന്റെ പ്രീതിയും അനുഗ്രഹങ്ങളും സന്ധ്യയിൽ അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹാബേലിന്റെ ജീവിതത്തിൽ എന്ത് ദൈവാനുഗ്രഹമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്താണ് അദ്ദേഹത്തിന് ലഭിച്ചത്? പ്രഭാതത്തിൽ ബലി കഴിച്ച് ലഭിച്ച ദൈവാനുഗ്രഹം സന്ധിയിൽ തന്റെ സഹോദരൻ തന്നെ വയലിൽ വെച്ച് തല്ലിക്കെടുത്തുകയാണ്. ആളിക്കത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രകാശിച്ചു കൊണ്ടിരുന്ന ആ ദീപത്തെ സന്ധിയിൽ ഒരു തുറസായ സ്ഥലത്ത് തല്ലിക്കെടുത്തുന്ന അനുഭവം ഉണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഈ അനുതാപ ദിവസങ്ങളിൽ എന്തെല്ലാം പ്രയാസങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ വന്നു പോയാലും ഞാൻ ഈ ദൈവത്തെ കൈവിട്ടു പോകുവാനായിട്ട് ഇടയാകരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമുക്കൊന്നും ലഭിച്ചിട്ടല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്? ഒന്നും ലഭിക്കുകയില്ല. ലഭ്യമാകുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ലഭ്യമാകുന്ന ഉറവിടം ദൈവത്തിൻ്റെതാണ്. ഒരരുവിയിലേക്ക് അനേക വെള്ളം ഒഴുകി വരുമ്പോൾ അതിന് ഒരു ഉറവിടമുണ്ട്. ആ ഉറവിടത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ ചെന്ന് നോക്കിയാൽ അത് ചെറുതായിരിക്കും. ചെറിയ സ്ഥലത്ത് നിന്ന് ഒഴുകി വരുന്ന അരുവി വലിയ ജലാശയങ്ങളായി തീരുമ്പോൾ നമുക്ക് ആ ജലാശയത്തെക്കുറിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. ഈ വലിയ ജലാശയത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. കടൽക്കരയിൽ നിൽക്കുന്ന മനുഷ്യൻ ആർത്തലയ്ക്കുന്ന തിരമാലകളെ നോക്കി സന്തോഷിക്കുമ്പോൾ അതിൻ്റെ ചില ഉറവിടങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ ഉറവിടങ്ങൾ ചെറുതായിരിക്കും. ആയതിനാൽ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഉറവിടങ്ങൾ ചെറുതാണെങ്കിലും ലഭിച്ചു കഴിയുമ്പോൾ അതിനെ അളക്കുവാൻ പറ്റാത്ത ചില അവസ്ഥകളിലേക്ക് ദൈവം തമ്പുരാൻ നമ്മെ മാറ്റിക്കൊണ്ടുവരും. ഓരോ മനുഷ്യരും ജീവിതത്തിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് നമുക്കൊക്കെ ലഭിച്ചിട്ടുള്ളത്, അവരുടെ ജീവിതത്തിൽ എന്താണ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അനേക സാധുക്കളായ മനുഷ്യർ നമ്മുടെ അടുക്കിലേക്കൊക്കെ കടന്നു വരാറുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഉണ്ട്. അവരുടെ ജീവിതത്തിലൊക്കെ എന്താണ് ലഭിച്ചത് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒറ്റ മറുപടിയേ ഉള്ളൂ, ദൈവം എന്നെ നടത്തുന്നു. ചിലപ്പോൾ ഒരു നല്ല വസ്ത്രം അവരുടെ ജീവിതത്തിലില്ല, ഒരു ചെരുപ്പ് ഇട്ടുകൊണ്ട് വരുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്കില്ല. തങ്ങളുടെ മക്കളൊന്നും നല്ല രീതിയിൽ ഉയർന്ന ഒരവസ്ഥയിലല്ല. ആരെങ്കിലും ചെന്ന് കയറിയാൽ നല്ല ഒരു ഇരിപ്പിടം ഉണ്ടാകുകയില്ല. ഭക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ ഓരോ സമയങ്ങളിലും അത് വയറ് നിറയുവാനായിട്ടുള്ള ഭക്ഷണങ്ങൾ ചിലപ്പോൾ അവരുടെ ഭവനത്തിൽ കാണുകയില്ല.
എന്നിരുന്നാലും അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയുന്ന ഒരു മറുപടിയുണ്ട്, ദൈവം എന്നെ നടത്തുന്നു എന്നുള്ളതാണ്. ദൈവം എന്നെ നടത്തുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രത്യാശയുടെ തീരത്തേക്കാണ് നമ്മൾ ഇന്ന് ചെന്ന് എത്തി നിൽക്കേണ്ടത്. ഈ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ ഭരിക്കേണ്ടത്. ദൈവം എന്നെ നടത്തുന്നു. എനിക്കൊന്നും എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുവാനുള്ള ഒരവസരം ദൈവം തമ്പുരാൻ ഇന്ന് നമുക്ക് നൽകുന്നു. അതുകൊണ്ട് ബെഥാന്യയിലെ കുഷ്ഠരോഗിയുടെ ഭവനത്തിൽ, ശീമോന്റെ ഭവനത്തിൽ ഇരിക്കുന്ന സന്ദർഭം, കർത്താവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഈ വേദഭാഗത്തിന്റെ പ്രതിപാദ്യം. അവൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെക്കാൾ ഉപരിയായി ഒന്നിനെ കണ്ടുപിടിക്കുവാനായിട്ട് സാധ്യമാകുകയാണ്. തൻ്റെ ഭവനത്തിലുള്ളതിനുള്ള എല്ലാ വസ്തുക്കളെക്കാൾ വിലയേറിയ വസ്തു, അത് ആരുടെ അടുക്കലേക്കാണ് പോകുന്നത്? ഏറ്റവും വിലയേറിയതായി അവളുടെ ജീവിതത്തിൽ കണ്ട ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ് അവൾ കടന്നു പോകുന്നത്. അവളുടെ കയ്യിലിരിക്കുന്ന തൈലത്തിന് വിലയുണ്ട്. അവളുടെ കയ്യിലിരിക്കുന്ന വസ്തുവിന് ഈ ഭൂമിയിൽ വിലമതിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള മൂല്യം അതിന് അവൾ കൽപ്പിക്കുന്നുണ്ട്. അതാണ് ആ സാധുവായ സ്ത്രീയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ വിലയേറിയ തൈലമായി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്കും മനുഷ്യർക്കും ഉണ്ടാകുന്നത് അതിൻ്റെ മൂല്യത്തെ വില കുറച്ച് കാണുവാനായിട്ടാണ് സാധ്യമാകുന്നത്. അതാണ് ഞാൻ ഓർപ്പിച്ചത്. അവരുടെ ജീവിതത്തിൽ എന്ത് ലഭിച്ചിട്ടാണ് അവൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്? അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായ പ്രയാസങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. തൻ്റെ ജീവിതത്തിലുണ്ടായ ചില നിക്ഷേപങ്ങളെല്ലാം കൂട്ടിവെച്ചിട്ട് ഇത്രയും വിലയേറിയ സാധനങ്ങളുമായി യേശുതമ്പുരാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ സമൂഹമെല്ലാം അതിനെ നിസാരമായി കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്താണെന്ന് നാം ആലോചിച്ച് നോക്കുക. എന്നാൽ അതേ ഭവനത്തിലാണ് പരിശുദ്ധമായ നോമ്പ് ആരംഭിക്കുമ്പോൾ ഒരു ഭവനത്തിന്റെ അവസ്ഥയിലാണ് ക്രിസ്തുവും തൻ്റെ അമ്മയും. അവിടെ ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും, മേൽത്തരമായ എല്ലാ രുചികരമായ മധുരമേറിയ പാനീയങ്ങൾ വീഞ്ഞ് തീർന്നു പോകുന്ന സന്ദർഭത്തിൽ ആ വീട്ടുടമസ്ഥനുണ്ടാകുന്ന വ്യഥ കർത്താവ് മനസ്സിലാക്കുന്നു. ഇതുവരെയും വിജയശ്രീലാളിതനായി തന്നെ ക്ഷണിച്ചവരുടെ മുൻപിൽ നല്ല ഭാവത്തോട് മുഖഭാവം പ്രശോഭിതമായി നിൽക്കുന്ന വീട്ടുടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്ന വീഞ്ഞു തീർന്നു പോകുമ്പോൾ ചില നിരാശയുടെ അനുഭവത്തിലേക്ക് മാറുകയാണ്. ആ ഭവനത്തിന്റെ ലജ്ജയും അപമാനവും മാറ്റുവാൻ വേണ്ടി ക്രിസ്തു തന്നെ അവിടെ ഇടപെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വിലപ്പെട്ട, നമ്മൾ വിലയേറിയതായി കാണുന്ന ചില ശ്രേഷ്ഠകരമായ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അപമാന ഭാരത്താൽ നമ്മൾ തലകുനിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ ഈ ഭാരത്തെ ഒന്ന് മാറ്റുവാൻ, നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥത നൽകുവാൻ നമ്മെ കരം പിടിക്കുന്ന ഒരു ബലമുള്ള കരമുണ്ട്. ബലഹീനമായ നമ്മുടെ കരങ്ങളിലേക്ക് ഒരു ബലമുള്ള കരം വന്ന് പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ അവസ്ഥകളും മാറുകയാണ്. അതാണ് അവിടെ ഈ സാധുവായ സ്ത്രീ അവളുടെ വിലയേറിയ വസ്തുക്കളിൽ മേൽ കാണുന്നത്. ക്രിസ്തു ആ ഒരു സന്ദർഭത്തെ ഏറ്റവും വിലപ്പെട്ടതാക്കി അതിനെ മാറ്റുകയാണ്. അവർ ഇതുവരെയും പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും, അവർ പ്രബോധിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും, ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ആവശ്യം. ദരിദ്രന്മാർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ടല്ലോ എന്നാണ് ക്രിസ്തുവിന്റെ മറുപടിയായി അവരോട് പറയുന്നത്. എപ്പോഴും ദരിദ്രന്മാർ നിങ്ങളോട് കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നില്ല? എന്തുകൊണ്ടത് നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല?
പക്ഷേ ഈ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന വിലപ്പെട്ടതായി കാണുന്ന ഈ തൈലത്തെ വിറ്റ് ദരിദ്രന് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി ഇത്രയും നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ദരിദ്രന്മാരെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ളതാണ് ക്രിസ്തു മറുചോദ്യം അവരോട് ചോദിക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഈ ഭവനത്തിൽ, ഈ കുഷ്ഠരോഗിയുടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ മാത്രമല്ലല്ലോ ദരിദ്രന്മാരുണ്ടായത്. നിങ്ങളോട് കൂടെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിരുന്നു. നിങ്ങൾ കടന്നുപോയ വീഥികളിൽ നിന്ന് ഭിക്ഷയാചിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു. നിങ്ങളുടെ അടുക്കൽ കൈനീട്ടിയ ദരിദ്രന്മാരുണ്ടായിരുന്നു. നിങ്ങളുടെ അടുക്കൽ ആഹാരത്തിന് വേണ്ടി യാചിച്ച ഒരു സന്ദർഭത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച ദരിദ്രന്മാരുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഈ ഒരു അവസ്ഥകളെ തിരിച്ചറിഞ്ഞില്ലേ എന്നാണ് ക്രിസ്തു ചോദിക്കുന്നത്. ലോകത്തിൽ ഇന്ന് പട്ടിണി മാറി, ദാരിദ്ര്യം മാറി എന്ന് വിചാരിക്കുമ്പോഴും നമ്മളെല്ലാം അഭിമാനിക്കുമ്പോഴും ഈ അഭിമാനത്തെ ചില ദുരഭിമാനങ്ങളായി മാറ്റുവാൻ ഇന്ന് ഈ ലോകമുണ്ട്. അഭിമാനങ്ങളുണ്ട്, പക്ഷേ ദുരഭിമാനങ്ങളും ഇന്ന് ഈ ആധുനിക ലോകത്തിലില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. അഭിമാനത്തോടെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ, ചില പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആ പോരായ്മകളെ പരിഹരിക്കുവാനായിട്ടാണ് ക്രിസ്തു ഈ പീഡാനുഭവത്തിൽ ഏറ്റവും വിജയം വരിക്കുവാനായിട്ട് സാധ്യമാകുന്നത്. ഹീനമായ കഴുതയുടെ പുറത്ത് ദേവാലയത്തിലേക്ക് വരുമ്പോൾ ആ ദേവാലയത്തെ ഒന്ന് ശുദ്ധീകരിക്കണം. നിന്ദ്യമായ മൃഗമെന്നും ഹീനമായതെന്നും പറയുമ്പോൾ അവിടെ ഇരിക്കുന്നത് ഈ ലോകത്തിന്റെ രാജാവാണെന്ന് തിരിച്ചറിയാതെ പോകുന്ന മനുഷ്യരുണ്ടാകുന്നു. ഈ ലോകത്തെ നിർമ്മിച്ചവനായ ക്രിസ്തുവാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എവിടെയും ഇരിക്കുന്നതിനും ആരെയും സൗഖ്യമാക്കുന്നതിനും ക്രിസ്തുവിന് സാധ്യമാകുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ഇവിടെ. ഈ വെറും ചിലവ് എന്തിനാണെന്നാണ് രണ്ടാമത് ശിഷ്യന്മാർ ചോദിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നവരുടെ ഒരു ആംഗ്യമായ അല്ലെങ്കിൽ മുഖഭാവമായിരിക്കാം ഈ ചെലവ് എന്തിനാണ്, ഇവൾ എന്തിനാണ് ഈ ചെലവ് വഹിച്ചത്, ഇത്രയധികം ചെലവുണ്ടായത്, ഈ ചെലവ് വഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു കാലത്ത് എല്ലാവരുടെയും സാന്നിധ്യമുള്ള ഒരു വിശേഷപ്പെട്ട ദിനങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എല്ലാവരും ഒത്തൊരുമിച്ചാണല്ലോ പീഡാനുഭവവാരത്തിൽ ദേവാലയത്തിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇന്ന് ആധുനിക ലോകത്തിൽ ചില കൈകളിലേക്ക് അത് മാറ്റപ്പെടുകയാണ്. അത് ഞാൻ പറയുന്നത് ചില കുറ്റാരോപണങ്ങൾ മാത്രമല്ല, എല്ലാവരുടെയും സാന്നിധ്യമാണ് നമുക്ക് ആവശ്യം. എല്ലാവരുടെയും കൂട്ടായ യജ്ഞത്തിന്റെ ഫലമാണ് ഓരോ ശുശ്രൂഷയും എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പാവപ്പെട്ട മനുഷ്യർ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ, അവർ വിലപ്പെട്ടതായി കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ അതിനെ നിസ്സാരമായി കാണുന്ന ലോകമാണെന്ന് നമ്മുടെ മുൻപാകെയുള്ളത്. നിസ്സാരമായി കാണുന്ന ഒരു ലോകമാണ് നമ്മുടെ മുൻപാകെയുള്ളത്. നിസ്സാരന്മാരായ മനുഷ്യരാണ്. അതുകൊണ്ടാണ് കർത്താവ് കടന്നു പോകുമ്പോൾ നിലവിളിക്കുന്ന രോഗികളോട് പറയും, നിങ്ങൾ മിണ്ടാതിരിക്കുക, ക്രിസ്തുവാണ് കടന്നു പോകുന്നത് മനസ്സിലാക്കും. കുരുടന്മാർക്കറിയാം ക്രിസ്തുവാണ് കടന്നു പോകുന്നത്, കുഷ്ഠരോഗികൾക്കറിയാം ക്രിസ്തുവാണ് കടന്നു പോകുന്നത്. അനേക ശാരീരിക ബലഹീനതകൾ വഹിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അറിയാം ക്രിസ്തുവാണെന്ന്. വീഥികളിന്മേലും വിരിപ്പിന്മേലും കൊണ്ട് കിടത്തി സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുവാനായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ത്? ഭിക്ഷയാചിക്കുന്നവൻ എന്നും അവിടെ ഇരിക്കുവാനായിട്ടാണ് ചിലരുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹം. അവർ അവരുടെ ഇടയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യമാകരുത്. തിരുവചനത്തിലും അപ്രകാരം തന്നെയാണ്. വേദശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും സഭയുടെ മൂപ്പന്മാരും പ്രധാനികളും ഒക്കെ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഇത് ശാബതാണ്. ശാബത്തിൽ നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്? കാരണം ഞങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ നീ സാധിച്ചു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന മനുഷ്യരൊക്കെ ദേവാലയത്തിലേക്ക് കടന്നു വരും. അതാണ് ക്രിസ്തു ഓശാനയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ ഇരുന്നവരെല്ലാവരും ക്രിസ്തുവിനോടൊപ്പം ഓശാന പാടിക്കൊണ്ട് ദേവാലയത്തിൽ വരുന്നു.
കാരണം ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നവരുടെ കസേരകൾക്ക് ഇളക്കം സംഭവിക്കും. നാണയം മാറ്റുന്നവരുടെ നാണയങ്ങളെ തൂകിക്കളയുവാൻ ഇവർ കടന്നു വരും. ആടുമാടുകളെ, പ്രാവുകളെ വിൽക്കുന്നവർക്ക് അവരുടെ ലാഭമില്ലാതെയാകും. അത് പ്രാർത്ഥനാലയമായാൽ ക്രയവിക്രയങ്ങൾ ഇനി ഇവിടെ സാധ്യമാകുകയില്ല. ഇനി ഒരു വ്യാപാരങ്ങളും ഈ ദേവാലയത്തിൽ നടക്കുകയില്ല. ഈ പീഠത്തിലിരുന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇനി വിലയില്ല. കാരണം വിലപ്പെട്ട ചില പഠിപ്പിക്കലുകളുമായി ക്രിസ്തു കടന്നു വരികയാണ്. ക്രിസ്തുവിന്റെ പ്രഖ്യാപനവും അത് തന്നെയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. ശീമോന്റെ ഭവനത്തിലിരിക്കുമ്പോഴും വെറുക്കപ്പെട്ടവന്റെ ഭവനത്തിലെ സാന്നിധ്യം ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. വിലയേറിയ തൈലം കൊണ്ടുവന്ന് തൻ്റെ ശരീരം മുഴുവനും പൂശുമ്പോഴും അത് വിലപ്പെട്ടതാണ്. പ്രാർത്ഥനാലയം വിലപ്പെട്ടതാണ്. പാവപ്പെട്ടവന്റെ ഭവനം വിലപ്പെട്ടതാണ്. ബെങ്കൽ ഭരണിയിലെ ഈ ഭരണിയിലിരിക്കുന്ന തൈലവും വിലപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതവും വിലപ്പെട്ടതാണ്. നമ്മളാണ് ഈ വിലപ്പെട്ട അവസ്ഥകളെ നിസ്സാരമായി കാണുന്നത്. അതെന്തിനാണ്, അത് എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരമായി നമ്മൾ കാണുന്നത്. ആരെയും നമ്മൾ നിസ്സാരന്മാരായോ അല്ലെങ്കിൽ ചെറുതായോ നമ്മൾ കാണരുത്. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അംഗഹീനരുണ്ടാകാം, കുരുടന്മാരുണ്ടാകാം, ചിലപ്പോൾ വാക്ചാതുര്യമില്ലാത്തവരുണ്ടാകാം, സൗന്ദര്യമില്ലാത്തവരുണ്ടാകാം. പക്ഷേ കർത്താവ് ഈ ദിവസത്തിൽ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരെയും നീ നിസ്സാരമായി കാണരുത്. ഒരു ഭവനത്തെയും നീ നിസ്സാരമായി കാണരുത്. ഒരു ഭവനത്തിന്റെ അവസ്ഥകളെയും നിസ്സാരമായി കാണരുത്. ഇരിപ്പിടങ്ങളുള്ളതും ഇരിപ്പിടങ്ങളില്ലാത്തതുമായ ഭവനങ്ങളുണ്ടാകാം. കഷ്ടതയുള്ളവരും കഷ്ടതയില്ലാത്തവരുമായ ജീവിതങ്ങളുണ്ടാകാം. അവിടെയെല്ലാം നമ്മൾ കാണുക, ക്രിസ്തുവിൻ്റെ ചില ശുശ്രൂഷകൾ വെളിപ്പെടുവാനുള്ളതാണെന്ന് നമ്മൾ ഏറ്റവും അധികമായി മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ ഈ ലോകത്തിൽ നമ്മെ വെളിപ്പെടുത്തുവാനായിട്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ നമുക്കുണ്ടാകുന്നത്. നമ്മൾ നോക്കുന്ന ഒരു സമൂഹമുണ്ട്, നമ്മൾ സഞ്ചരിക്കുന്ന ലോകമുണ്ട്. അവിടെ എല്ലാവരും ഒന്നുപോലെയാണ്. ആനന്ദം അനുഭവിക്കുന്നവരാണ്, കഷ്ടതയില്ലാത്തതാണ്, രോഗമില്ലാത്തതാണ്, പ്രയാസമില്ലാത്തതാണ്. എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കൽ പോലും സന്തോഷിപ്പിക്കുന്ന ക്രിസ്തുവിനെ മറന്നുകൊണ്ടായിരിക്കും അവർ സന്തോഷിക്കുന്നത്. അതുകൊണ്ടാണ് യഹോവയായ ദൈവം ചോദിച്ചത്, നിന്റെ സഹോദരപുത്രൻ താമസിക്കുന്ന ഇടത്ത് എത്ര ദൈവത്തെ അറിയുന്നവരുണ്ട്, നീതി ചെയ്യുന്നവരുണ്ട്, എത്ര പേരുണ്ട്. മതിമറന്ന ജീവിതത്തിലേക്ക് ചിലപ്പോൾ ദൈവം ഇടപെടും. ആർഭാട ജീവിതങ്ങളിൽ ദൈവം ഇടപെടും. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഓരോ പ്രവൃത്തിയിലേക്കും ദൈവം ഇടപെടും. പ്രിയമുള്ളവരെ, ആ ദൈവം ഇടപെടുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ നിന്ന് നമുക്ക് ഒരു മുക്തി ഉണ്ടാകുവാൻ, നമ്മളെ അതിൽ നിന്ന് ഒന്ന് കരയേറ്റുവാൻ യഹോവയായ ദൈവം മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്, കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി എവിടെ നിർത്തുന്നു? ഉറപ്പുള്ള ഒരു പാറമേലാണ്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ലോകം വലിച്ചു കയറ്റുന്ന സമയത്ത് ലോകത്തിലുള്ളവർ വലിച്ചു കയറ്റും. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വലിച്ചു കയറ്റിയാൽ അവർ അതിലേക്ക് തന്നെയാണ് പിന്നീടുള്ള യാത്ര. എന്നാൽ ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും കരം പിടിച്ച് ഈ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഞാൻ താണുപോകാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് നിർത്തുന്നത് എൻ്റെ യഹോവയായ ദൈവമാണ്. അതാണ് ഈ ഭവനം കാണിച്ചു തരുന്നത്, ഈ രോഗിയുടെ ഭവനം കാണിച്ചു തരുന്നത്. ഞാൻ നഷ്ടപ്പെട്ടു പോയവനായിരുന്നു, ബന്ധങ്ങൾ അറ്റുപോയ ഭവനമായിരുന്നു, എൻ്റെ ജീവിതം ഒന്നുമില്ലാത്തതായിരുന്നു, എൻ്റെ വ്രണങ്ങളെല്ലാം മറ്റുള്ളവർക്ക് അസഹ്യമായി തോന്നുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അവിടെയാണ് എൻ്റെ കർത്താവ് വന്നിരിക്കുന്നത്, എൻ്റെ ദൈവം ഇവിടെയാണ് വന്നിരിക്കുന്നത്. കുഷ്ഠരോഗിയുടെ ഭവനത്തിൽ ദൈവം പ്രവേശിച്ച സന്ദർഭത്തിൽ
ഈ മനുഷ്യർക്ക് പ്രവേശിക്കുവാനായിട്ട് അവിടെ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകുന്നില്ല. എനിക്ക് എൻ്റെ പക്കൽ ഇത് ചെയ്യുന്നത് ഏറ്റവും വിലയേറിയതായി ഞാൻ ഇന്ന് കാണുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ 2021 പരിശുദ്ധമായ ഈ കഷ്ടാനുഭവ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതായി ഞാൻ ഇതിനെ കാണുന്നു. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് വിലയേറിയതായി കാണുവാനായിട്ട് സാധ്യമാകണം. വിലയേറിയ ഒരവസ്ഥകളിലേക്കാണ് നമ്മെ ഇനി രണ്ടാം ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ ജീവിതത്തെ ഒരു വിലയേറിയ അവസ്ഥകളിലേക്ക് ഞാനൊന്ന് കൊണ്ടുപോയിക്കൊള്ളട്ടെ. എനിക്ക് വാക്ചാതുര്യങ്ങളില്ലാതിരിക്കാം, എനിക്ക് സൗന്ദര്യമില്ലാതിരിക്കാം, ബാഹ്യമായ മോടികളില്ലാതിരിക്കാം, എനിക്ക് പാർക്കുവാൻ എൻ്റെ ഭവനമൊക്കെ നോക്കിയാൽ ചില സ്ക്വയർ ഫീറ്റുകളുടെ അളവുകൾ കുറവായിരിക്കാം, ചില അവസ്ഥകളുടെ പരിമിതി എൻ്റെ ജീവിതത്തിലുണ്ടാകാം. എന്തുമായിക്കൊള്ളട്ടെ, ദൈവം തരുന്ന എല്ലാ അവസ്ഥകളും നമ്മൾ പൂർണ്ണമായി വിനിയോഗിക്കുവാനായിട്ട് സാധ്യമാകണം. അനുഗ്രഹീതമായ ശബ്ദങ്ങളായി നമ്മൾ മാറണം. ഇന്ന് മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നാം കാണുന്നത് അനുഗ്രഹീത ശബ്ദങ്ങളാണ് ഇന്നുണ്ടാകുന്നത്. അനുഗ്രഹീത ശബ്ദങ്ങളിൽ ദൈവത്തെ വിളിച്ചാൽ ദൈവം കേൾക്കുമെന്നുള്ളതാണ്. അനുഗ്രഹീത ശബ്ദങ്ങളിൽ ദൈവത്തെ വിളിച്ചാൽ കേൾക്കുമെന്നുള്ളതാണ്. എന്നാൽ അനുഗ്രഹീത ശബ്ദത്തിൽ ക്രൂശിൽ നിലവിളി ഉണ്ടായിരുന്നു. ആ ശബ്ദത്തിന് എത്രമാത്രം മാധുര്യമുണ്ടായിരുന്നു, ശക്തിയുണ്ടായിരുന്നു. ക്രൂശിലെ ശബ്ദത്തിന് പാറകൾ പിളർക്കുവാനുള്ള ഒരു ശക്തിയുണ്ടായിരുന്നു. ദേവാലയത്തിന്റെ തിരശീലകളെ പിളർക്കപ്പെടുവാനായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നു. എന്താണ് ആ ശബ്ദത്തിന് മാധുര്യം? പ്രവാചകൻ ഓർപ്പിക്കുന്നില്ലേ? പൗലോസ്ലീഹ ഓർപ്പിക്കുന്നില്ലേ? കണ്ടാൽ വിരൂപനാണ്, കോമളത്വമില്ല, സൗന്ദര്യമില്ല, ഒന്നുമില്ല. പക്ഷേ കോമളത്വമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത ഒരു ശബ്ദമുണ്ടാകുന്നു, അനുഗ്രഹീത ശബ്ദം. അതാണ് ക്രൂശിലെ ശബ്ദമാണ്. ലോകത്തിന്റെ ഇന്നത്തെ ശബ്ദങ്ങളൊന്നും അനുഗ്രഹീത ശബ്ദമല്ല പ്രിയമുള്ളവരെ. ക്രൂശിലെ ശബ്ദമായിരുന്നു അനുഗ്രഹീത ശബ്ദം. അത് പാറകളെ പിളർക്കുന്നത്, കല്ലറകളെ പിളർക്കുന്നത്, തിരശീലകളെ പിളർക്കുന്നതായിരുന്നു. പഴയ നിയമത്തിലും ഒരാളിനെ തെരഞ്ഞെടുത്തില്ലേ? മോശയെ തെരഞ്ഞെടുത്തില്ലേ? തെരഞ്ഞെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ തൻ്റെ പരിമിതികളെ യഹോവയായ ദൈവത്തോട് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ സ്വന്തം പരിമിതികളെ വെളിപ്പെടുത്തിയപ്പോൾ ഇതാണ്, ഇദ്ദേഹം മതി എന്നുള്ളതാണ് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. നീ മതി, മോശയെ തെരഞ്ഞെടുക്കും, നീ മതി. ആധുനിക ലോകത്തിൽ ഇന്നും പല തെരഞ്ഞെടുപ്പുകളിലേക്കും പോവുകയാണ്. തെരഞ്ഞെടുപ്പുകൾക്ക് വരുമ്പോൾ സ്വന്തം പരിമിതികളെ വിളിച്ചു പറയുവാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. എന്നാൽ അവിടെയും ഒരു ശബ്ദമുണ്ടായതിന്, അനുഗ്രഹീതമായ ഒരു ശബ്ദമുണ്ടായിരുന്നില്ലേ? തടിച്ച വിക്കനായി ശബ്ദങ്ങൾ, സംസാരിക്കുമ്പോൾ അതിനെ കൂട്ടിയോജിപ്പിക്കുവാൻ ചില മിനിറ്റുകൾ ആവശ്യമാണ്. അദ്ദേഹം വിക്കനായ മോശ എന്നറിയപ്പെട്ടു. താൻ പറയുന്നതിനെ ഒന്ന് കൂട്ടിയോജിപ്പിക്കുവാൻ ചില മിനിറ്റുകൾ ആവശ്യമായിരുന്നു. അദ്ദേഹവും ചെയ്തത് ഒരു അനുഗ്രഹീത ശബ്ദമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉണങ്ങിയ വടി കൊണ്ട് ഈ പാറയെ തൊട്ടാൽ ഈ ശബ്ദത്തിലൂടെ ജലം പുറപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഈ ശബ്ദത്തിൽ നിന്ന് തിരിച്ചറിയുവാൻ സാധ്യമായി. എന്തൊക്കെയാണ് അവരുടെ അനുഗ്രഹീത ശബ്ദങ്ങൾ? ഇതാ ഈ കുഷ്ഠരോഗിയായ ശീമോന്റെ ഭവനത്തിലും ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ശബ്ദം ഇതാണ്. അവൻ, ഈ സ്ത്രീ എങ്കൽ ഏറ്റവും വിലയേറിയതാണ് ചെയ്തത്, ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളതാണ് ചെയ്തത്. അതാണ് ദൈവത്തിന്റെ ശബ്ദം. മനുഷ്യൻ പരിഹസിച്ചാലും, മനുഷ്യൻ നമ്മളെ ലജ്ജിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞാലും, എൻ്റെ ദൈവം എന്നോട് പറയുന്നു, നീ ചെയ്തതാണ് ഏറ്റവും വിലപ്പെട്ടത് എന്ന് ഓർപ്പിക്കും. ഈ വിലയേറിയ, വിലപ്പെട്ട അവസ്ഥയാണ് ഇന്ന് ഈ ബുധനാഴ്ച ഈ സമയത്ത് തമ്പുരാൻ നമുക്ക് നൽകുന്നത്. നാളെ ഒരു പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ചില വിലയേറിയ ഒരവസ്ഥയിലേക്ക് നമ്മെ മാറ്റപ്പെടുകയാണ്, വിലപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. അതാണ്
ഈ അധ്യായത്തിൽ തന്നെ ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 മുതലുള്ള ഭാഗങ്ങളിൽ നൽകുന്നത്. എന്നാൽ അതിന്റെ തൊട്ടു മുന്നത്തെ ഒരു വാക്യം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. 14-ാമത്തെ വാക്യം. ഇത് കഴിഞ്ഞതിന് ശേഷം വിലപ്പെട്ട കാര്യമാണ് ചെയ്തതെന്ന് ഉദ്ബോധിപ്പിച്ചതിന് ശേഷം അവിടെയുണ്ടായ രണ്ടാമത്തെ ഒരു മാറ്റമാണ്. ഒരു ചെറിയ ഒരു ഫ്ലാഷ് ബാക്കായോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ആയിട്ടോ കാണാവുന്നതാണ്. 12 ഒരുത്തനായ യൂദ ഇസ്കറിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. നിങ്ങൾ എന്ത് തരും? ഒരു ചോദ്യചിഹ്നമാണ്. ഞാൻ അവനെ കാണിച്ച് തരാമെന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു. ഈ സന്ദർഭത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകുകയാണ്. ഈ ഭവനത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റമുണ്ടായി. ഇസ്കറിയോത്ത പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് യൂദ അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് തരും? ഇതൊരു വലിയ ചോദ്യമാണ്. ഇന്ന് നമ്മളും ചോദിക്കുകയാണ്, നീ എനിക്ക് എന്ത് തരും? നീ എനിക്ക് എന്താണ് തരുന്നത്? അതേ കർത്താവിന്റെ ഉപമയിൽ തന്നെ പറയുന്നുണ്ട്. മുടിയനായ പുത്രനും രണ്ട് മക്കളും കൂടെ ചേർന്ന്, മുടിയനായ പുത്രൻ എനിക്ക് വരേണ്ടത് എനിക്ക് നൽകണം. എനിക്ക് വരേണ്ട സമ്പത്തിന്റെ എല്ലാ അവസ്ഥകളും എനിക്ക് നൽകണം. എനിക്ക് എൻ്റെ ഷെയർ എനിക്കിവിടെ നിന്ന് ലഭിക്കണം. പിതാവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, എനിക്ക് ഈ ഷെയർ എനിക്ക് ലഭിക്കണം. യൂദയും പറയുന്നു, മഹാപുരോഹിതൻ, നിങ്ങൾ എനിക്ക് എന്ത് തരും? എന്താണ് ആവശ്യം? എല്ലാം പണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു യൂദയ്ക്കുള്ളത്. എന്താണ് എനിക്ക് തരുന്നത്? 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അത്രയും മതിയോ ഒരു ജീവിതത്തിന്? വലിയ ഗുരുവിന്റെ വില വാങ്ങിയ ഒരു ശിഷ്യൻ തൻ്റെ കയ്യിലിരിക്കുന്ന പണസഞ്ചിയിൽ അതിട്ട് ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ എനിക്ക് എന്ത് തരും? തന്നതും കൊണ്ട് നടക്കുകയാണ്. അത് രക്തത്തിന്റെ വിലയാണ്. പിന്നീടാണത് മനസ്സിലാകുന്നത്. ഒരാളിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ ഒരാളിനെ കാണിച്ചു കൊടുക്കുക. നീ എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ചോദിക്കുന്നില്ലേ നദനിയോട്? നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിയും. അതേ ക്രിസ്തുവാണ് എന്നോടും പറയുന്നത്, ഇന്ന് ഈ ദേവാലയത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിലും ഞാൻ നിന്നെ അറിയും. നീ ആരാധന നടത്തുമ്പോഴും നിന്നെ ഞാൻ അറിയും. നീ എവിടെ ചെന്നിരുന്നാലും ഞാൻ നിന്നെ അറിയും. ഏത് സ്ഥലത്ത് ചെന്നിരുന്നാലും, പാതാളത്തിന്റെ അറ്റത്തിൽ ചെന്നിരുന്നാലും, ഭൂമിയുടെ അധോഭാഗങ്ങൾ പോയിരുന്നാലും ഞാൻ നിന്നെ അറിയും. പക്ഷെ ചോദ്യം ഇതാണ്, നീ എന്നെ എവിടെ വെച്ച് അറിയും? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ തിരുവചനത്തിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ അതിന് വിഭിന്നമായ ഒരു ചോദ്യമാണിത്. നിങ്ങൾ എനിക്ക് എന്ത് തരും? എനിക്ക് വരേണ്ടത് എനിക്ക് തരണം. വരേണ്ടത് ഒരു പുത്രൻ വാങ്ങിച്ചു കൊണ്ടുപോയപ്പോൾ അവന് സംഭവിച്ച കാര്യങ്ങൾ, ചില നഷ്ടപ്പെട്ട അവസ്ഥകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലേ? എല്ലാം നഷ്ടപ്പെട്ട അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയുണ്ടാകും. എല്ലാം നഷ്ടപ്പെട്ടു. അപ്പന്റെ കയ്യിലിരിക്കുന്ന പണം അവന്റെ കൂടൊപ്പം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ കൂട്ടുകാരുണ്ട്, പല സന്തോഷങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് അവന്റെ കൂടെ ആൾക്കാരുണ്ട്. എല്ലാം അവൻ നോക്കുമ്പോൾ എല്ലാം നല്ലതാണ്, സന്തോഷത്തിന്റെ അനുഭവമാണ്. കാരണം എല്ലാവരും എന്നോടൊപ്പമുണ്ട്. എൻ്റെ കയ്യിലുള്ളത് മുഴുവനും ചോർന്നു പോയപ്പോൾ ഞാനുമുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥവുമുണ്ട്, ആ കൊടുക്കുന്ന പാത്രവുമുണ്ട്, എൻ്റെ മുമ്പിൽ കുറെ പന്നികളുമുണ്ട്. ഇത് മാത്രമേ അവസാനം അവശേഷിച്ചുള്ളൂ. അവശേഷിച്ചത് അത്ര മാത്രമേ ഉള്ളൂ. അത്ര കണ്ട് താഴേക്ക് അവൻ ഇറങ്ങിപ്പോയി. അത്ര കണ്ട്
ഏറ്റവും നിന്ദ്യമായ ഒരവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോയി. മാനിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നിന്ദ്യമായ അവസ്ഥയിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. എന്നാൽ ഒരു മടങ്ങിവരവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു മടങ്ങിവരവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ എനിക്ക് നിന്ദ്യമായ അവസ്ഥയാണെങ്കിൽ, തള്ളപ്പെട്ട അവസ്ഥയാണെങ്കിൽ, നികൃഷ്ടമായ ഒരു ജീവിതമാണെങ്കിൽ, എന്നെ മാനിക്കുന്ന ഒരാളുണ്ട്, അതെൻ്റെ മാനിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അതെൻ്റെ ഭവനവും എൻ്റെ പിതാവുമാണെന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങി വരികയാണ്. അവിടെയാണ് ഒരു മടങ്ങിവരവ്. തൻ്റെ സമ്പത്ത് കൊണ്ട് മുഴുവനും കടന്നുപോയപ്പോൾ ആ സമ്പത്തിൻ്റെ അനുഭവം, അതിൻ്റെ ദുർവ്യയമുണ്ടായ സന്ദർഭത്തിൽ അവൻ്റെ ജീവിതത്തിന് സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ നിന്ദ്യമായ അവസ്ഥയിലേക്ക് പോയി. എന്നാൽ മാനിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു, മാന്യതയുള്ള ഒരവസ്ഥയുണ്ട്, അതെൻ്റെ പിതാവിൻ്റെ ഭവനമാണ്. മാന്യതയുള്ള സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. നീ എനിക്ക് എന്ത് തരും? നിങ്ങൾ എനിക്ക് എന്ത് തരും? ഞാൻ അവനെ കാണിച്ചു തരാം. നിങ്ങൾ എന്ത് തരും? 30 വെള്ളിക്കാശ് ജീവിതത്തിന് എല്ലായ്പ്പോഴും മതിയാകുകയില്ല. ഈ ലോകത്തിൽ ജീവിക്കാൻ അത് മതിയാകുകയില്ല. അങ്ങനെ തന്നെയാണല്ലോ അതിൻ്റെ ഒരു മറുവശവും. ഇന്നലെ വരെയും ഒരാൾ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് ചുങ്കം പിരിക്കുകയാണ്, എല്ലാവരിൽ നിന്നും പിരിച്ചെടുക്കുകയാണ്. വരുന്നവരോടെല്ലാം അവർ ടാക്സ് കളക്ട് ചെയ്യുകയാണ്. ഈ കളക്ഷൻ എല്ലാം കൊണ്ടുവന്ന് ഭവനത്തിലേക്ക് കൊണ്ടുവരും. ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഓരോ സ്ഥലത്തായിട്ട് വെക്കും. എല്ലാം കൊണ്ടുവെക്കും. സക്കായി കൊണ്ടുവച്ചു, എല്ലാം കൊണ്ടുവച്ചു എന്ന് എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ നാണയത്തിന്റെ ശബ്ദമാണ് ഇന്നലെ വരെയും കേട്ടുകൊണ്ടിരുന്നത്, പണത്തിന്റെ ശബ്ദം. അതിന്റെ കണക്ക് കൂട്ടലുകളും കിഴിക്കലുകളും മാത്രമേ ആ ഭവനത്തിലുള്ളൂ. ഇന്നലെ വരെ അത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ദൈവം ആ ഭവനത്തിലേക്ക് വന്നപ്പോൾ നാണയത്തിന്റെ ശബ്ദം മാറി ഞാൻ കൊടുക്കാമെന്നുള്ള ശബ്ദത്തിലേക്ക് മാറുകയാണ്. പണത്തിന്റെ ശബ്ദം അവിടെ നിലയ്ക്കുകയാണ്. സമ്പത്തിന്റെ യേശു കടന്നു വന്ന സക്കായിയുടെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ഇന്നലെ വരെ എണ്ണിക്കൊണ്ടിരുന്ന പണത്തിന്റെ ശബ്ദത്തിന് മുകളിലാണെന്നു യേശുവിന്റെ ശബ്ദം. ആ ശബ്ദമാണ് ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്കൊന്ന് കടന്നു വരേണ്ടത്. അവിടെ കടന്നു വന്നു രക്ഷയുടെ ഭവനമായി മാറുകയാണ്. എനിക്ക് വരേണ്ടത് തരണമെന്ന് പറഞ്ഞ് കടന്നുപോയപ്പോഴും അവിടെ തിരിച്ചു വരികയാണ്. ഞാൻ പാപം ചെയ്തവനാണെന്നുള്ള ഒരു ബോധ്യത്തിൽ തിരിച്ചു വരികയാണ്. പാപത്തിന്റെ അടിമത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് നിന്നോട് ഞാൻ കരുണ യാചിക്കുകയാണ്. ഇന്നലെ വരെയും ഭുജിക്കാത്ത ഭക്ഷണം കൊടുക്കുകയാണ്. ഇന്നലെ വരെയും ഭക്ഷിക്കുവാൻ പറ്റാത്ത ഒരു ഭക്ഷണം കൊടുക്കുകയാണ്. നിങ്ങൾ എനിക്ക് എന്ത് തരും? ഇതൊരു ചോദ്യമാണല്ലോ. ആധുനിക ലോകത്തിലും ഇങ്ങനെ അനേക മനുഷ്യർ ഇന്ന് കടന്നുപോയി. അനേക നിരപരാധികൾ ഇന്ന് കടന്നുപോയി. ഓരോ ദിവസങ്ങളിലും ഇത് കടന്നുപോകും. നിരപരാധികൾ കടന്നുപോയി. പണം പലപ്പോഴും ആവശ്യമായിരുന്നു അവർക്ക്. ഞാൻ നിനക്ക് പണം തരാം, ഒരാളിനെ നശിപ്പിക്കുക. ആവശ്യത്തിന്, അല്ലെങ്കിൽ നിന്റെ ഭവനം ഞാൻ നോക്കിക്കൊള്ളാം, പണം തരാം, നീ ഒരാളിനെ നശിപ്പിക്കുക. ഇന്നലെ വരെയും മാധ്യമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു 100 രൂപയ്ക്ക് വേണ്ടിയോ 1000 രൂപയ്ക്ക് വേണ്ടിയോ പിതാവിനെയോ മാതാവിനെയോ തല്ലിക്കെടുത്തിയ മക്കൾ അനേകമായിരുന്നു എന്ന് ഇന്നലെ വരെയുള്ള മാധ്യമങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. പണം ആവശ്യമാണ്. ചിലപ്പോൾ അവരെ കെട്ടിയിടാം, തല്ലി അവരുടെ അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിപ്പിക്കാം. നീ എനിക്ക് എന്ത് തരും? ഇന്നത്തെ ആധുനിക ലോകത്തിലെ ഒരു വെല്ലുവിളിയായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ഓരോ തലമുറയും ഇന്ന് ചോദിക്കുന്നത്. അലസമായ തലമുറ ഇന്ന് ഈ ലോകത്തിലുണ്ടാകുന്നു. അലസമായ തലമുറയിലുള്ള ഒരു ചോദ്യമാണ് ഇന്ന് സകലവും സമ്പാദിച്ചു വെച്ചിരിക്കുന്ന അനേക മാതാപിതാക്കളോട് ചോദിക്കുന്ന, നീ എനിക്ക് എന്ത് തരും? എനിക്ക് വേണമെല്ലാം. അതില്ല എങ്കിൽ ചിലപ്പോൾ നിന്റെ ജീവനെ ഇവിടെ അവശേഷിപ്പിക്കുകയില്ല. അങ്ങനെ മാനസികമായ നിലകൾക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന
ഒരു ആധുനികതയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മനസ്സിന്റെ പോലും സ്ഥിരത നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ ജീവിക്കുകയാണ്. അത് തന്നെയല്ലേ ഒരു ശിഷ്യനും ഈ മനുഷ്യരോട്, ഈ പ്രധാന ആൾക്കാരോട് പോയി ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് എനിക്ക് തരുന്നത്? ഈ 30 വെള്ളിക്കാശ് മതിയോ നിന്റെ ജീവിതത്തിന് ജീവിക്കാൻ? എത്ര തലമുറ ഇതുകൊണ്ട് നീ ജീവിക്കും? എത്ര ദിവസം നീ ജീവിക്കും? എത്രമാത്രം നീ ജീവിച്ച് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കും? നീ ഇതുകൊണ്ട്, ഈ രക്തത്തിന്റെ വില കൊണ്ട് നീ എത്ര നാൾ ഇങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കും? അതാണ് ഇന്നത്തെ ചോദ്യം. ആ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ പരിഹാരത്തിന്റെ മാർഗം, അവൾ എങ്കൽ വിലപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അതൊരു ചോദ്യമാണ്, നീ എനിക്ക് എന്ത് തരും? എൻ്റെ ജീവിതത്തിന് എന്ത് തരും? അതാണല്ലോ ഇന്ന് നമ്മൾ ചോദിക്കുന്നത്. ഞാൻ ഇന്ന് നോമ്പ് നോക്കിയാൽ നമ്മളൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പറയാറുണ്ട്, സഭയുടെ നോമ്പ് അനുഷ്ഠിക്കണം, ആരാധനകളിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോഴൊക്കെ ഇന്നത്തെ ആധുനിക ലോകത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നു, എന്ത് കിട്ടുമാണ് ഈ നോമ്പ് നോക്കിയാൽ? എനിക്ക് എന്ത് കിട്ടും? ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ പള്ളിയിൽ പോയാൽ എനിക്ക് എന്ത് കിട്ടും? നാം ആലോചിക്കുക, 40 ദിവസത്തെ നോമ്പിന്റെ പ്രാർത്ഥനയിൽ അനുതാപത്തിന്റെ കീർത്തനങ്ങൾ നമ്മൾ ചൊല്ലിയില്ലേ? മോശയും ഏലിയായും നോമ്പ് നോറ്റു, ആകൽ കറുസായി, നമ്മുടെ കർത്താവ് നോറ്റു, ആകൽ കറുസായി ജയിച്ചു. എന്ത് കിട്ടി? അതാണ് നമ്മുടെ ചോദിക്കേണ്ടത്. മോശയും ഏലിയായും നോമ്പ് നോറ്റു, നമ്മുടെ കർത്താവും ജയിച്ചത് എവിടെ? ആകൽ കറുസായി ജയിച്ചു, ശത്രുവിനെ ജയിച്ചു. എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന മനുഷ്യരോട് പറയേണ്ട മറുപടി ഇത് തന്നെയാണ്. അത് നിന്റെ ആരാധനക്രമത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആകൽ ശത്രുവിനെ ജയിക്കുവാനായിട്ട് സാധ്യമാകും. തീച്ചൂളയിൽ എറിയപ്പെട്ട പൈതങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നു. അതിനെക്കുറിച്ച് നോമ്പിൽ പ്രതിപാദ്യ പ്രാർത്ഥനകളുണ്ടല്ലോ. അവർക്ക് എന്ത് കിട്ടി? അവർക്ക് എന്താണ് കിട്ടിയത്? അവർ രാജാവിന്റെ ശാഖഭോജനങ്ങളെയൊക്കെ നിരസിച്ചുകൊണ്ട് അവർക്കുള്ളത് മതിയെന്ന് വിചാരിച്ച് അവരെ നമസ്കരിക്കുവാനായിട്ട് പറയുമ്പോൾ അതിനെ നിരസിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടവർ അഗ്നി വിഴുങ്ങാതെ സുരക്ഷിതരായി പുറത്തേക്ക് വന്നു. എന്ത് കിട്ടി? അവർ നോമ്പ് നോറ്റ് ഇതിൽ നിന്ന് രക്ഷ നേടി. ആഴങ്ങളിലേക്ക് എറിയപ്പെട്ട് സിംഹക്കുടിയിൽ കിടക്കുമ്പോഴും സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ സാധ്യമായ ഒരു ദൈവശബ്ദം, ദൈവശക്തി ഉണ്ടായിരുന്നു. ആ ദൈവശക്തിയാണ് നോമ്പിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് ലഭിക്കുന്നതും അത് തന്നെയാണല്ലോ പ്രിയമുള്ളവരെ. 30 വെള്ളിക്കാശ് കൊണ്ട് യൂദയ്ക്ക് ജീവിക്കുവാനായിട്ട് സാധ്യമല്ല. തലമുറയിൽ ഒരു ജീവിതം കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധ്യമാകില്ല. ഒരു സമൂഹത്തിൽ മാതൃകയായി ജീവിക്കുവാനും സാധ്യമല്ല. ആ മാതൃകകളൊക്കെ ഇല്ലാതായി പോവുകയാണ്. എന്നാൽ അതിന്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ, നീ എനിക്ക് എന്ത് തരുമെന്നുള്ള, നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്നുള്ള ചോദ്യമുണ്ട്. വിലയേറിയതായി കാണുന്നതാണ്. എന്നാൽ മൂന്നാമത്തെ ഭാഗം, ഒരു വിലപ്പെട്ട കാര്യം എനിക്കും നിങ്ങൾക്കും കർത്താവ് നൽകുകയാണ്. അതാണ് പെസഹ. ഒരു വിലപ്പെട്ട കാര്യം നമുക്ക് നൽകുന്നു. 17-ാമത്തെ വാക്യം മുതൽ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിനെ അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി. സന്ധ്യാസമയമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരുമായി പന്തിയിലിരുന്ന് പെസഹ ഭക്ഷിക്കുകയാണ്. അവിടെയാണ് ഏറ്റവും വിലപ്പെട്ടതായി കാണുന്നത്. എന്നാൽ ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 7 മുതലുള്ള ഭാഗങ്ങളിലും ഓർപ്പിക്കുന്നുണ്ട്. അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും.
അവൻ കടക്കുന്ന വീട്ടിൽ പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു പറഞ്ഞു. അവൻ വിരിച്ചൊരുക്കി ഒരു വൻമാളിക കാണിച്ചു തരും. എനിക്കെന്ത് കിട്ടും? എങ്കൽ വിലയേറിയതായ ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്, വിലപ്പെട്ടതായി സംഭവമാണ് കണ്ടിരിക്കുന്നത്. ഇതാ കാണുന്നു, ഈ പെസഹായിൽ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകിയ സംഭവങ്ങൾ അതുതന്നെയാണ്. ആരും ഒരിക്കലും ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത വസ്തുക്കൾ, സ്ഥലങ്ങളാണ് കർത്താവും ഉപയോഗിച്ചത്. കഴുതക്കുട്ടിയെക്കുറിച്ചും പറയുന്നു, ആരും ഒരിക്കലും അതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല. ക്രിസ്തുവിന്റെ ജനനം തന്നെ അപ്രകാരമായിരുന്നില്ലേ? ആരും ഇതുവരെയും ഗോശാലകളിൽ ജനിച്ചിട്ടില്ല. ക്രിസ്തു പെസഹ ഒരുക്കുന്നതും അത് അപ്രകാരം തന്നെയാണ്. വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക ഇതാ ഒരുക്കിയിരിക്കും നിനക്ക് വേണ്ടി. കർത്താവിന്റെ ഖബറടക്കവും അത് തന്നെയാണ്. ആരും ഒരിക്കലും അല്ലെങ്കിൽ ഒരു ആളിനെയും വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറ. ഇതൊക്കെ ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒരു മുൻകൂട്ടിയുള്ള ചില പ്രവചനങ്ങളുടെ നിറവേറൽ മാത്രമാണ്. എനിക്കെന്ത് കിട്ടും? കിട്ടുന്നത് ഇതാണ്. എൻ്റെ ജീവിതത്തിൽ, ഈ പാപിയായ എൻ്റെ ജീവിതത്തിൽ, ബലഹീനമായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് തന്നെയാണ്. വിരിച്ചൊരുക്കിയ വൻമാളികയിൽ നിന്ന് പാപമില്ലാത്ത ശരീരം എനിക്ക് ഈ പെസഹായിൽ ലഭിക്കുന്നു. എൻ്റെ ശരീരം പാപമുള്ളതാണ്. നമ്മുടെയൊക്കെ ശരീരം, നമ്മൾ പാപികളാണ്. നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ദിനം പ്രതി പാപികളാണ്, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സഭയുടെ പരമാധ്യക്ഷനായ മധ്യസ്ഥിതിയൻ ബാബ തിരുവേനി ഓർപ്പിക്കുന്നത്, ബലഹീനനായ എന്നോട്, അല്ലെങ്കിൽ ഈ ബലഹീനനായ ഞാൻ എന്ന് ഓർപ്പിക്കുന്നത്. നമ്മൾ ഓരോ സമയവും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, പാപികളാണ്. ഈ പാപികളായ നമുക്ക് വിരിച്ചൊരുക്കിയ വൻമാളികയിൽ നിന്ന് പാപമില്ലാത്തവന്റെ ശരീരം ഈ പെസഹായിൽ ലഭിക്കുന്നു. ഇതാണ് ഈ ദിവസം നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. അത് ആ പാപമില്ലാത്തവന്റെ ശരീരം എനിക്ക് ലഭിച്ചാൽ എൻ്റെ ജീവിതത്തിനുണ്ടാകുന്ന പ്രത്യാശ ഒന്ന്, ഞാൻ അവസാന നാളിൽ അവൻ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവൻ എന്നോടുകൂടെയും ഞാൻ അവനോടുകൂടെയും വസിക്കും. ഇത് ജീവന്റെ അപ്പമാകുന്നു. ഇത് പാപമോചനത്തിനുള്ള രക്തമാകുന്നു. നിനക്ക് പാപപരിഹാരം ഉണ്ടാക്കുവാനുള്ള ഒരു ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. എവിടെയാണ് ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി ഈ പെസഹ ഒരുക്കേണ്ടത്? എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം ഇന്ന് ഒരു വിരിച്ചൊരുക്കിയ വൻമാളികയായി മാറ്റണമേ. എൻ്റെ ശരീരം എനിക്ക് ഒരു വൻമാളികയായി എനിക്കതൊന്ന് മാറ്റിത്തരണമേ. ആ മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യം. ഈ ആവശ്യത്തിലേക്ക് ദൈവം തമ്പുരാൻ എന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൽ എന്നെ കൊണ്ടുവന്നെത്തിരിക്കുന്നു. എൻ്റെ ഹൃദയം ഒരു വിരിച്ചൊരുക്കിയ മാളികയായി മാറുമ്പോൾ പാപമുള്ള എൻ്റെ ശരീരത്തിന്മേൽ പാപമില്ലാത്തവൻ്റെ ശരീരം ഇതാ ഈ നാവിന്മേൽ വെക്കുന്നു. അതിനുവേണ്ടിയാണ് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പടികൾ, പടിഞ്ഞാറേ നടകൾ ചവിട്ടി ദേവാലയത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. നീ എനിക്ക് എന്തു തരുമെന്ന് ചോദിച്ച യൂദയ്ക്ക് ലഭിച്ചത് പണത്തെ എറിഞ്ഞ് ഒരു ചെറിയ ചരട് കൈവശമാക്കിക്കൊണ്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നു. വെള്ളിക്കാശിന് പകരം ഒരു ചെറിയ ചരട് അവൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുകയാണ്. തലമുറയ്ക്ക് എന്ത് മാതൃകയാണ് അവിടെ കൊടുത്തത്? രക്തത്തെ ഒറ്റിക്കൊടുത്തപ്പോൾ അവന് ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ വന്നു. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ പെസഹായിൽ നമുക്കതല്ല ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ അതല്ല. എൻ്റെ ഹൃദയം ഒന്ന് വിരിച്ചൊരുക്കി ഒരു വൻമാളികയായി മാറ്റണം. അതുകൊണ്ട് എവിടെയാണ് ഇന്ന് എനിക്ക് വേണ്ടി പെസഹ ഒരുക്കേണ്ടതെന്ന് ക്രിസ്തു ഇന്ന് എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു. എവിടെയാണ് മകനെ, മകളെ? എവിടെയാണ് പൗരോഹിത്യത്തിൻ്റെ സ്ഥാനികളെ? എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു. എവിടെയാണ് ഞാൻ
പെസഹ ഒരുക്കേണ്ടത് എനിക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധ്യമാകണം. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ ഭവനം ഒരു വിരിച്ചൊരുക്കിയ സ്ഥലമാണ്. നിനക്ക് അവിടെ പെസഹ ഭക്ഷിക്കാം. നിനക്കവിടെ വന്ന് കടന്നു വന്ന് അവിടെ ഇരിക്കാം. ശീമോന്റെ ഭവനത്തിൽ ഇരുന്നതുപോലെ എൻ്റെ ദൈവമേ, നീ ഇന്ന് എൻ്റെ സന്നിധിയിൽ ഒന്ന് കടന്നു വരണം. ചില വിലപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒന്ന് ചെയ്തു തരണം. എല്ലാം നഷ്ടപ്പെട്ടതാണ്. എല്ലാം ഇല്ലായ്മയുടെ അനുഭവത്തിലേക്ക് ഞാൻ ചെന്നുപെട്ടുപോയി. പക്ഷേ എന്നെ മാന്യമാക്കുന്ന, എന്നെ മാന്യ സ്ഥലത്ത് നിർത്തുന്ന എൻ്റെ ദൈവം എന്നോട് പറയുന്നു, നിന്റെ അടുക്കൽ ഞാൻ കടന്നു വരുന്നു. നിനക്ക് തരുന്നത് എൻ്റെ പാപമില്ലാത്ത ശരീരമാണ്. ആ പാപമില്ലാത്ത ശരീരം ഭക്ഷിച്ച് നിത്യമായ പെസഹായുടെ അനുഭവത്തിൽ ഞാൻ ചെന്നു ചേരുവാനിടയാകണം. നിത്യമായ ഉയർപ്പിന്റെ അനുഭവത്തിൽ ഞാൻ ചെന്നു ചേരുവാനിടയാകണം. വെള്ളിയാഴ്ചയിൽ അത് തന്നെയാണല്ലോ നാം കാണുന്നത്. വെള്ളിയാഴ്ച ദിവസം എല്ലാ മനുഷ്യരും ക്രിസ്തുവിനെ ഉപദ്രവിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുന്നു. തുപ്പുന്നവരുണ്ട്, ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുന്നവരുണ്ട്, ആക്ഷേപഹാസ്യങ്ങൾ ചൊരിയുന്നവരുണ്ട്, പരിഹാസം കൊണ്ട് അടിക്കുന്നവരുണ്ട്, തങ്ങളുടെ വാക്കുകൾ പോലും അവൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച ദിവസം പരിഹാസത്തിൻ്റെ, ചാട്ടവാറിൻ്റെ, തുപ്പലേൽക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ഒരു ഞായറാഴ്ച എൻ്റെ ജീവിതത്തിലുണ്ട്. അത് ഉയർപ്പിൻ്റെ അനുഭവമാണ്. ആ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ ചെന്നു ചേരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.